നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ഗൗളി അല്ലെങ്കിൽ പല്ലി നമ്മളുടെ ശിരസിൽ വീണാൽ ഉണ്ടാകുന്ന ഫലങ്ങളെക്കുറിച്ചാണ്. അതായത് ശിരസിൻ്റെ മധ്യഭാഗത്ത് ഗൗളി വീണ് കഴിഞ്ഞാൽ മാതാവിനോ സഹോദരനോ ഗുരുജനങ്ങൾക്കോ അല്ലെങ്കിൽ സഹോദര തുല്യരായിട്ടുള്ളവർക്കോ മരണമാണ് ഫലം. ശിരസിൻ്റെ പിൻഭാഗത്ത് വീണ് കഴിഞ്ഞാൽ കലഹമാണ് ഫലം. പലരിൽ നിന്നും കലഹം നേരിടേണ്ടി വരുന്നതായിട്ടാണ് കാണുന്നത്. നെറ്റിയിൽ വീണാൽ നിധി ദർശനമാണ് കാണുന്നത്. നെറ്റിയുടെ മധ്യത്തിലാണെങ്കിൽ രാജസമ്മാന ലബ്ധി, അതായത് വളരെ വലിയ വലിയ സമ്മാനങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യതയാണ് കാണുന്നത്. മൂക്കിൻ്റെ തുമ്പത്താണ് വീഴുന്നതെങ്കിൽ രോഗമാണ് കാണുന്നത്. അധരത്തിലാണ് വീഴുന്നതെങ്കിൽ ധനവും ഐശ്വര്യവും വന്നു ചേരും എന്നുള്ളതാണ് കാണുന്നത്. കവിളിലാണെങ്കിൽ ധനനഷ്ടമാണ് കാണുന്നത്. ചെവിയിലോ കണ്ണിലോ കവിൾത്തടത്തിലോ വീണാൽ മരണത്തിലേക്ക് നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. മരണപ്രേരണയാണ് കാണുന്നത്. കഴുത്തിൽ വീണ് കഴിഞ്ഞാൽ ബന്ധുജനങ്ങളുമായിട്ട് കൂടിച്ചേരലാണ് കാണുന്നത്. കൈയുടെ തുടക്കത്തിൽ, അതായത് കക്ഷത്തിനടുത്തായിട്ട് വീണാൽ ഭയങ്കര വ്യസനമായിരിക്കും. എപ്പോഴും സങ്കടകരമായിട്ടുള്ള അനുഭവങ്ങളായിരിക്കും. നമ്മൾ കിടക്കുമ്പോഴൊക്കെ വയറ്റിലാണ് വീഴുന്നതെങ്കിൽ ഭയമാണ് കാണുന്നത്. കൈകളിലാണ് വീഴുന്നതെങ്കിൽ ശത്രുവിൻ്റെ ഉപദ്രവമാണ്. മാറിടത്തിലാണെങ്കിൽ വലിയ വലിയ സങ്കടങ്ങളാണ് കാണുന്നത്. പാദങ്ങളിലാണ് വീഴുന്നതെങ്കിൽ തീർത്ഥയാത്രയാണ് കാണുന്നത്. പിന്നെ കൂടാതെ ഗൗളി പുരുഷന്മാരുടെ ശരീരത്തിൽ വലതുഭാഗത്തും സ്ത്രീകളുടെ ശരീരത്തിൽ ഇടതുഭാഗത്തും വീണ് മേലോട്ട് കയറിപ്പോവുകയാണെങ്കിൽ അത് ശുഭഫലമാണ്. താഴോട്ട് ഇറങ്ങുകയാണെങ്കിൽ ദോഷമാണ് ഫലം. ഗൗളി വീണിട്ട് ദോഷഫലങ്ങൾക്ക് പരിഹാരം എന്ന് പറയുന്നത് ശിവഭജനമാണ്. ക്ഷേത്രസന്നിധിയിലോ ആലിൻ്റെ ചുവട്ടിലോ വെച്ചാണ് ഗൗളി വീഴുന്നതെങ്കിൽ ദോഷങ്ങൾ ഇല്ല എന്നാണ് ശാസ്ത്രത്തിൽ പറയപ്പെടുന്നത്. ഇതുപോലുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. നന്ദി, നമസ്കാരം.